ശ്രീ പ്രിന്റു ഇതാണ് ഇപ്പോൾ കോൺഗ്രസ് നേതൃത്വത്തിന്റെ ഒരു നിലപാട്. അതായത് മുകൾ തട്ടിൽ മുതൽ കോൺഗ്രസ് പ്രവർത്തകരടക്കം പറയുന്നത് ഇത്തരത്തിൽ ഒരു ആരോപണം ഇതുവരെ ആരും ഉന്നയിച്ചിട്ടില്ല. മരിച്ചുപോയ ആളെ എഴുന്നേറ്റ് വന്ന് ഇത്ര തവണ കണ്ടു, ഇന്ന നേതാക്കളെ കണ്ട് കാര്യങ്ങൾ ധരിപ്പിച്ചെന്നൊന്നും പറയത്തില്ലല്ലോ. തീർച്ചയായും ഇപ്പം നിയാസ് ആയിക്കോട്ടെ, KPCC പ്രസിഡന്റ് ആയിക്കോട്ടെ, കോൺഗ്രസിന്റെ നേതാക്കളടക്കം മരിച്ച ആളുടെ അദ്ദേഹത്തിന്റെ ആത്മാവിനെ പോലും വെറുതെ വിടാത്ത രീതിയിലാണ് അദ്ദേഹത്തെ ക്രൂരമായിട്ട് വേട്ടയാടുന്നത്. ഇപ്പൊ വളരെ നിസ്സാരവൽക്കരിച്ചുകൊണ്ടാണ് ഇപ്പൊ നിയാസ് ഇപ്പോൾ ഒരു കോൺഗ്രസ് നേതാവ് ഈ ചർച്ചയിൽ ഇങ്ങനെ പറയുന്നത്. കൃത്യമായിട്ട് നമുക്കറിയാം, കഴിഞ്ഞ 50 വർഷമായി ഈ പാർട്ടിക്ക് വേണ്ടി ത്യാഗം അനുഭവിച്ച് പണം അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ ഒരു കാര്യത്തിലല്ല അദ്ദേഹം പണം ഇത്ര വലിയൊരു ബാധ്യതയിലേക്ക് വന്നിട്ടുള്ളത്. അത് വയനാട്ടിലുള്ള മുഴുവൻ ആളുകൾക്കും അറിയാം. കൃത്യമായി പാർട്ടിക്ക് വേണ്ടി പാർട്ടി നേതാക്കളുടെ ഇംഗിതത്തിന് വഴങ്ങിയിട്ടാണ് ഈ മനുഷ്യന് ഇത്രത്തോളം വലിയൊരു ബാധ്യത വന്നിട്ടുള്ളത്. ആ ബാധ്യത വന്ന മനുഷ്യന് ഇത്രയും ബാധ്യത ഉണ്ടായിട്ട് KPCC പ്രസിഡന്റ് അറിഞ്ഞില്ല, DCC നേതൃത്വം അറിഞ്ഞില്ല എന്നൊക്കെ പറയുന്നത് പച്ചക്കള്ളമാണ്. കൃത്യമായിട്ട് രാഹുൽ ഗാന്ധിക്ക് അടക്കം കൃത്യമായിട്ട് അദ്ദേഹം പരാതി നൽകിയിട്ടുണ്ട്. രാഹുൽ ഗാന്ധിക്ക് അടക്കം ഇദ്ദേഹത്തിന്റെ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് അദ്ദേഹം രാഹുൽ ഗാന്ധി അധികം സമീപിച്ചിട്ടുണ്ട്. അപ്പൊ സ്വാഭാവികമായി വിട്ട് KPCC ആയിക്കോട്ടെ, ഈ രാഹുൽ ഗാന്ധി അടക്കമുള്ള ആൾക്കാർ ഈ മനുഷ്യന്റെ ദയനീയ അവസ്ഥയെ യാതൊരു രീതിയിലും അഡ്രസ് ചെയ്യുന്നില്ല. അതിന്റെ ഫലമായിട്ടാണ് അദ്ദേഹത്തിന് മാനസിക വൈകല്യം നേരിടുന്ന മകനും ആത്മഹത്യ ചെയ്യേണ്ട ഒരു സാഹചര്യത്തിലേക്ക് മാറേണ്ട സാഹചര്യം ഉണ്ടാകുന്നത്. അപ്പൊ അദ്ദേഹം ചെയ്തിട്ടുള്ള 50 വർഷമായി ഈ പാർട്ടിക്ക് വേണ്ടി ചെയ്ത ത്യാഗം, ആ ത്യാഗം ആർക്ക് വേണ്ടിയിട്ടാണ് അദ്ദേഹം ചെയ്തത്? അതിന് വളരെ നിസ്സാരവൽക്കരിച്ചുകൊണ്ടാണ് നിയാസിനെ പോലെയുള്ള ആളുകൾ കുറച്ച് ഈ ഒരു CPM സ്റ്റൈലിനകത്ത്, അങ്ങനെയാണല്ലോ പൊതുവെ നമ്മൾ ഇടതുപക്ഷത്തിന്റെ ആളുകളാണ് ഇങ്ങനെ ഈ മരണത്തെ പോലും വെറുതെ വിടാത്ത രീതിയിലുള്ള ചർച്ചകൾ നമ്മൾ കണ്ടിട്ടുള്ളത്. നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത്, നിങ്ങൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഇപ്പൊ KPCCയുടെ ഉപസമിതി എന്തിനാണ് അവിടെ പോയത്? ഇപ്പൊ നിങ്ങൾ പറഞ്ഞല്ലോ, ഈ ഉറപ്പ് നിങ്ങൾ ആദ്യം അദ്ദേഹത്തിന് കൊടുത്തിരുന്നെങ്കിൽ അദ്ദേഹത്തിന്റെ മരണം, അദ്ദേഹത്തിന് ആത്മഹത്യ ചെയ്യേണ്ട സാഹചര്യം ഉണ്ടാവുമായിരുന്നില്ലല്ലോ. ഇപ്പൊ KPCC സമിതി ഈ മരണം കഴിഞ്ഞു, ഇത്രയും ദിവസങ്ങൾക്ക് ശേഷം അവിടെ ചെല്ലുന്നു, എന്നിട്ട് എന്ത് ചെയ്യുന്നു? അവരുടെ മക്കളെ കാണുന്നു, എന്നിട്ട് അവർക്ക് ഉറപ്പ് നൽകുന്നു. ഈ ഉറപ്പ് നിങ്ങൾ ആദ്യം നൽകിയിരുന്നെങ്കിൽ ഈ മരണം ഉണ്ടാവുമായിരുന്നില്ലല്ലോ. അപ്പൊ നിങ്ങൾ ഇതിനെ നിസ്സാരവൽക്കരിക്കല്ലേ? KPCC പ്രസിഡന്റ് വീട്ടിൽ കൊടുത്തെന്നും അറിഞ്ഞില്ല എന്നൊന്നും പറഞ്ഞിട്ട് നിങ്ങൾ ഇത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഇവിടെ സംഭവിക്കുന്നത് സഹകരണ മേഖലയിലെ വലിയ കൊള്ള കോൺഗ്രസ് നേതൃത്വം സത്യത്തിൽ ഈ മനുഷ്യരെ കൊലയ്ക്ക് കൊടുത്തതാണ്. ഇത് കേരളത്തിലെ മുഴുവൻ പ്രബുദ്ധരായിട്ടുള്ള ജനങ്ങൾക്കും അറിയാം. സ്വാഭാവികമായിട്ട് നമുക്കറിയാമല്ലോ ഇദ്ദേഹം എന്തിനാണ് ഈ പണത്തിന് ബാധ്യത വന്നത്, അദ്ദേഹത്തിന്റെ മകൻ എങ്ങനെയാണ് ജോലി നഷ്ടപ്പെട്ടത്, അദ്ദേഹത്തിന് 65 ലക്ഷം രൂപയുടെ ബാധ്യത എങ്ങനെയാണ് വന്നത്, ആരാണ് അതിന് നേതൃത്വം കൊടുത്തത്, അദ്ദേഹത്തിന് വായ്പ എടുക്കാൻ പറഞ്ഞത് ആരാണ്? ഇത് കൃത്യമായിട്ട് വിരൽ ചൂണ്ടുന്ന IC ബാലകൃഷ്ണനും ND അപ്പച്ചനും അടക്കമുള്ള അവിടുത്തെ നേതാക്കളിലേക്കാണ്. അപ്പൊ സ്വാഭാവികമായിട്ട് അതിനകത്ത് കൃത്യമായിട്ട് പ്രതിപട്ടികയിൽ വന്നിട്ടുള്ളത് ഇവർ തന്നെയാണ്. അദ്ദേഹം എഴുതിയിട്ടുള്ള ആത്മഹത്യ കുറിപ്പിനകത്താണല്ലോ ഈ നേതാക്കളെ കൃത്യമായിട്ട് മെൻഷൻ ചെയ്തിട്ടുള്ളത്. അപ്പൊ അതിനർത്ഥം എന്താണ്? ഇത് കോൺഗ്രസിന്റെ നേതൃത്വം അറിഞ്ഞുകൊണ്ട് ഈ മനുഷ്യനെ കൊലയ്ക്ക് കൊടുത്തതാണ്. അത് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ബാങ്ക് അഴിമതി കേരളത്തിലെ കോർപ്പറേറ്റ് മേഖലയിൽ, അത് ഇടതുപക്ഷമായിക്കോട്ടെ CPM ആയിക്കോട്ടെ, അവർ നടത്തുന്ന കൊള്ളയും കൊലപാതകം, അവർ കാരണം ആത്മഹത്യ ചെയ്യേണ്ട ഗതികെട്ട് സാധാരണ ജനങ്ങളായിക്കോട്ടെ, പാർട്ടിയുടെ നേതാക്കളായിക്കോട്ടെ, അങ്ങനത്തെ ദുസ്ഥിതിയാണ് കേരളത്തിലുള്ളത്. ഇപ്പൊ ഇവർ പറയുന്നുണ്ടല്ലോ, ഇപ്പൊ കഴിഞ്ഞ ദിവസം ഇന്ന് KPCCയുടെ ഉപസമിതിയുടെ തിരുവഞ്ചൂർ അടക്കമുള്ള ആൾക്കാർ, അച്ചടക്ക സമിതിയുടെ ചെയർമാൻ അടക്കമുള്ള ആൾക്കാർ എന്ന് പറയുന്നു, ഞങ്ങൾ ആ ബാധ്യത ഞങ്ങൾ ഏറ്റെടുക്കും. ഇതും ഒരു കപടമായിട്ടുള്ള ഉറപ്പായിട്ടാണ് നമ്മൾ കാണേണ്ടത്. ഈ ഉറപ്പ് പലതവണ ഈ മനുഷ്യന് കൊടുത്തതാണ് ബാധ്യതയുമായി ബന്ധപ്പെട്ടിട്ട്. അവരാരും ആധികരിച്ചില്ല. അപ്പൊ എങ്ങനെയാണോ ഇദ്ദേഹത്തിന് ഇത്രയും കാലം വഞ്ചിച്ചത്, ആ വഞ്ചന തന്നെയാണ് വീണ്ടും കോൺഗ്രസ്സുകാർ ഏറ്റെടുക്കുന്നത്. ഇപ്പൊ പൊതുസമൂഹത്തിന് മുമ്പിൽ നിക്കക്കളിയില്ലാത്ത സാഹചര്യം ഉണ്ടായപ്പോഴാണല്ലോ ഈ ഉപസമിതി ഉണ്ടായത്. ഈ ഉപസമിതി അദ്ദേഹത്തിന്റെ വീട്ടിൽ പോകുന്നത് അതിനു മുമ്പ് പോയിരുന്നോ? അപ്പൊ അതിനർത്ഥം എന്താണ്? കേരളത്തിലെ വലിയ രീതിയിലുള്ള അഴിമതിയിലേക്കാണ് ഇത് പോകുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു വസ്തുത, അവിടുത്തെ ഈ പ്രധാനപ്പെട്ട 3 ബാങ്കുകളാണ് ഈ വയനാട് രൂപീകരിക്കപ്പെട്ട സാഹചര്യമൊക്കെ നമുക്കറിയാം. രാഷ്ട്രീയമായി കോൺഗ്രസിന് വലിയ തിരിച്ചടി നേരിടുന്ന ഒരു ഘട്ടത്തിലാണ് ഇങ്ങനെയൊരു ഉപസമിതി രൂപീകരിക്കുന്ന കാര്യമൊക്കെ ഉണ്ടാകുന്നത്.